ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ തമ്പനയിൽ എന്തായാലും കണ്ടു കാണും. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 3 വർഷമായി. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സെയിം വണ്ടിയുടെ തന്നെ. അത് 1 ഇയർ എക്സ്പീരിയൻസ് ആയിരുന്നു. 7000 കിലോമീറ്റർ ആയപ്പോഴാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഇത് 24,000 ആയിട്ടുണ്ട് ഈ 3 ഇയേഴ്സ് കൊണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ഫേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് മാത്രമാണ്. ഇപ്പം ഈ വണ്ടി തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറച്ച് മാറ്റങ്ങളാണ് അവിടെ ഇവിടെയായിട്ട് മാറിയിട്ടുള്ളത്. ഒരു ഹൈബ്രിഡിൻ്റെ ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്, പിന്നെ LED ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് കളറിൽ വരുന്ന ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. വിലയും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 1-2 ഇൻഫർമേഷൻ തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ്, ഇപ്പോഴത്തെ റേറ്റ്, ഇത് ഞാൻ അന്ന് എടുക്കുമ്പോഴത്തേക്കും 96,000 ആയിരുന്നു അന്നത്തെ റേറ്റ്, ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1,20,000 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്, യമഹ റേസ്ഡ് ആറിൻ്റെത്. അപ്പം ഇത്രയും റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എനിക്ക് 1 ഇയറിൽ കിട്ടിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ആയിരുന്നു. ബാറ്ററി ഞാൻ ഇപ്പോൾ റീപ്ലേസ് ചെയ്ത് ആമറോൺ ആണ് വെച്ചിട്ടുള്ളത്. ആമറോണിൻ്റെ ബാറ്ററി വെച്ചിട്ട് എനിക്ക് ഇതുവരെയും അങ്ങനെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇപ്പം 2 വർഷം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. 1 ഇയർ ആയപ്പോഴാണ് മറ്റേത് അടിച്ചു പോയത്. ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ ഞാൻ മാറിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ മാറുന്നത് മാക്സിമം പോയ ഒരു കേബിൾ, ആക്സിലേറ്റർ കേബിൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 1.5 വർഷം അല്ലെങ്കിൽ 1 ഇയർ. കാരണം നമ്മൾ വണ്ടിയൊക്കെ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഈ കേബിളിലൊക്കെ വെള്ളം കയറുന്നുണ്ട്, അകത്ത് ആ സ്ട്രാൻഡ്സ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പൊട്ടി വഴിയിലാവാനും അങ്ങനെയൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മളത് ഒരു മെയിൻ്റെനൻസ് എന്നുള്ള രീതിയിൽ, ഇയർലി മെയിൻ്റെനൻസ് എന്നുള്ള രീതിയിൽ അത് മാറ്റേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇത് മാറ്റിയത് ഒരു 1.5 വർഷം കഴിഞ്ഞ്, എനിക്ക് തോന്നുന്നത് 2 വർഷം അടുപ്പിച്ചായപ്പോഴാണ് ഞാനത് മാറുന്നത്. അപ്പോൾ അത് മാറുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങെന്ന് പറയുന്നത്. ഈസി ആയിട്ട് മാറാൻ പറ്റുന്നത് കാര്യമായിരുന്നെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഈ പാനൽ അഴിക്കണം, ഈ പാനൽ അഴിക്കണം, ഈ പാനൽ അഴിക്കണം, ഈ പാനൽ അഴിക്കണം, പിന്നെ അപ്പുറത്ത് ഇതേപോലത്തെ ഒരു ചെറിയൊരു പാനലുണ്ട്, അതഴിക്കണം, പിന്നെ ഈ സൈഡ് ഫുൾ അഴിക്കണം, ഈ ബാക്ക്, ഈ ഏപ്രിനും ഈ ഒരു ഫൈബർ പാർട്സ് ഫുൾ അഴിക്കണം. അഴിക്കുമ്പോഴാണ് അവിടെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പം നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം കേബിളൊന്നും എക്സ്പോസ്ഡ് അല്ല. അപ്പോൾ എക്സ്പോസ്ഡ് അല്ലാത്ത രീതിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ചാസി ഉണ്ട്, ഈ ചാസിയുടെ ഇതിൽ കുറേ ക്ലിപ്പ് ഇട്ടിട്ടാണ് ഇതിൻ്റെ എല്ലാ കേബിൾസും കണക്ട് ചെയ്ത് സീറ്റിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോയിട്ടുള്ളത്. സീറ്റിൻ്റെ അടിയിൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഇത് അത്രയും അഴിച്ച് പറക്കണം. ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ അത് ഒരു കാര്യമാണ്. അത് മാറുമ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പാനൽ ഗ്യാപ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ കമ്പനി ചെയ്താലും പുറത്തെ ഏത് വർക്ക്ഷോപ്പിൽ ചെയ്താലും ഇത് തന്നെയാണ് സ്ഥിതി. കാരണം ഇപ്പോൾ ഞാൻ ഈ കേബിൾ മാറിയതിന് ശേഷം ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയ സ്പീഡുണ്ടല്ലോ, ഇപ്പം ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും ചെറുതായിട്ട് ത്രോട്ടിൽ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ മൊത്തത്തിലൊരു സൗണ്ട് കേൾക്കാറുണ്ട്, ക്രിന്നുള്ളൊരു സൗണ്ട് കേൾക്കാറുണ്ട്. നോക്കട്ടെ, ഇതിപ്പം മിഡിൽ സ്റ്റാൻഡ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കേൾക്കുമെന്തോ. ഇത് തന്നെ. ഇത് തന്നെ സംഭവം. ഇതിപ്പോൾ ഇങ്ങനെയല്ല, നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നല്ല രീതിക്കാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ സ്കൂട്ടറിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ്റെനൻസിന് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു ഫൈബർ പാർട്സ് ഇളക്കിയിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കമ്പനി സീറ്റിങ്ങിൽ ഇരിക്കത്തില്ല. പിന്നെ പാനൽ ഗ്യാപ്സും വരും. മൊത്തത്തിൽ പ്രശ്നമാണ്. മൊത്തത്തിൽ നല്ല വിറയലാണ്, വൈബ്രേഷനും കൂടും. ഈ ഒരു സൗണ്ട് അനോയിങ് ആണ്, അത് സത്യമാണ്. അത് നമുക്ക് ഇഷ്ടപ്പെടത്തേ ഇല്ല. പിന്നെ ഇതിന് ചെയ്യാനുള്ള പരിപാടികളെന്ന് പറഞ്ഞാൽ ഒന്നും കൂടെയൊക്കെ ഇളക്കിയിട്ട് വല്ല സ്പോഞ്ചൊക്കെ ഇതിൻ്റെ സൈഡിലൊക്കെ കയറ്റി എവിടെയാണ് വൈബ്രേഷൻ എന്നുള്ളത് നോക്കിയിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ കയറ്റി ആ വൈബ്രേഷനും ആ ഒരു സൗണ്ടൊക്കെ കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറൊരു ഓപ്ഷൻ. പിന്നെ വേറൊരു കാര്യം, അത് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഇതിൽ എൻജിൻ വാർണിംഗ് ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഡയഗ്നോസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ O2 സെൻസറിൽ വെള്ളം കയറി സെൻസർ അടിച്ച് പോയതാണ് പ്രശ്നം. ഈ സെൻസർ അടിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ കമ്പനിയിൽ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങൾ അങ്ങനെയിട്ട് ഓടുക, അത് അങ്ങനെ വഴിയിലൊന്നും ആക്കത്തൊന്നുമില്ല, ടൈം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും വന്ന് മാറിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ ഇട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, മൈലേജിൽ വേരിയേഷൻ വരും. കാരണം ഇത്തിരി തലമുള്ള ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത് വേരിയേഷൻ വരും, ഉറപ്പാണ്. കാരണം അതിലാണ് ഇതിൻ്റെ എത്ര എക്സോസ്റ്റ് ഗ്യാസ് പുറത്ത് പോകണം, എത്ര ഇൻടേക്ക്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ആ O2 സെൻസറിൽ വരുന്നത്. അപ്പോൾ അത് കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ വേരിയേഷൻ വരും. അത്
സത്യമാണ്. ഞാൻ 2 തവണ മൈലേജ് നോക്കി. 2 തവണ മൈലേജ് നോക്കിയപ്പോഴും ഇപ്പോൾ മൈലേജ് തീരെ കുറവാണ്. ഞാൻ ഇതിന് മുമ്പ് ഫുൾ ടാങ്ക് അടിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു 55 പെർ ലിറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മൈലേജ് ഫുൾ ടാങ്കിൽ. ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 42 43 ഉള്ളൂ. ഭയങ്കര വേരിയേഷനാണ് വരുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങളത് ശരിയാക്കുക. ഞാനും ശരിയാക്കാൻ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ഇവനെന്താ ശരിയാക്കാത്തതെന്ന് അതെനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അത് ശരിയാക്കുന്നുണ്ട്. അപ്പം അത് വേറൊരു കാര്യമാണ്. നിങ്ങളത് ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് കണക്ക് എന്തെങ്കിലും വാർണിംഗ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കൊണ്ടുപോയി ഡയഗ്നോസ് ചെയ്യുക. ഡയഗ്നോസ് ചെയ്യുമ്പോഴത്തേക്കും ഈ O2 സെൻസറിനാണ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിക്കളയുക. എനിക്ക് തോന്നുന്ന സെൻസറിന് 1000 എത്രയാണ്ടാണ് എമൗണ്ട് വരുന്നത്, 1000-നകത്താണ്ടാണ് വരുന്നത് O2 സെൻസറിന്. അപ്പം അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറിക്കളയുക, അല്ലെങ്കിൽ മൈലേജ് കിട്ടത്തില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇതിൻ്റെ O2 സെൻസർ കംപ്ലയിൻറ്റ് ആയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊരു വാട്ടർ സർവീസിന് കൊടുത്തു. വാട്ടർ സർവീസിന് ബംഗാളി ഇതിൻ്റെ അടിയിൽ അടിച്ച് അതിൻ്റെ അണ്ടകടാകം വരെ ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ വാട്ടർ സർവീസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും ഇതിൻ്റെ ഇടയിൽ അടിച്ച് കയറ്റരുതെന്ന് പറയണം. ഇവിടെയാണ് അതിൻ്റെ O2 സെൻസർ വരുന്നത്, ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ പ്രശ്നമാണ്, കംപ്ലൈൻ്റ് ആവും, കയ്യിലുള്ള പൈസയും പോവും, മൈലേജും കുറയും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. 23,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും നമ്മൾ മാറ്റേണ്ട ഇതിൻ്റെ വി ബെൽറ്റാണ്. എവറി 23,000 കിലോമീറ്റേഴ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ വി ബെൽറ്റ് ചേഞ്ച് ചെയ്യണം. അതായത് ഇതിൻ്റെ അകത്ത് ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്നത് വി ബെൽറ്റാണ്. അപ്പോൾ അത് ക്രാക്കൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് പവറിൽ ലോസ് ഉണ്ടാവാം, വഴിയിൽ പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് 23,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും മാറ്റണം. അതിൻ്റെ പ്രൈസ് വന്നിട്ട് വി ബെൽറ്റിന് 700-800 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഓക്കെ, അത് മാറ്റിയപ്പോഴത്തേക്കും ഞാൻ വേറൊരു കേസെന്ന് പറയുന്നത്, ഇത് മാറ്റുമ്പോൾ ഇതിൻ്റെ വാരിയേറ്റർ ബുഷ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ മാറണം. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻജിൻ വൈബ്രേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. ഞാൻ പുറത്തൊരു വർക്ക്ഷോപ്പിലാണ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരന് അത്രയും സ്കൂട്ടർ ചെയ്തുള്ളൊരു പരിചയമില്ലായിരുന്നു. പുള്ളി വി ബെൽറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് തന്നു. പക്ഷേ അത് മാറാൻ വിട്ടുപോയി. അപ്പോൾ അത് പ്രശ്നമില്ലെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ മാറാത്തത് കൊണ്ട് എനിക്ക് ചെറിയൊരു വൈബ്രേഷൻ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ചെറിയ സ്പീഡിൽ. അപ്പോൾ അത് നിങ്ങൾ അത് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വേരിയേറ്റർ ബുഷും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ മാറുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഫേസ് ചെയ്യുന്ന വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് കിട്ടിയൊരു പണിയാണ് ഈ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഈ ഒരു സ്വിച്ച്. ഇത് നല്ല രീതിക്ക് പ്രസ് ചെയ്താൽ മാത്രമേ ഇപ്പോൾ സ്റ്റാർട്ടാവുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു ക്വാളിറ്റി ഇഷ്യൂ ആണ്. 3 വർഷം കൊണ്ട് ഇതിൻ്റെയൊക്കെ സ്വിച്ച് അസംബ്ലിയൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ശോകമാണ്. അപ്പം അത് ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മുമ്പേ പ്രശ്നമാണ്. ഇത് ഒട്ടുമിക്ക എല്ലാ റേസഡ് ആർ യൂസേഴ്സിനും കിട്ടുന്നൊരു പ്രശ്നമാണ്. ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെറിയ ലോ സ്പീഡ് മെനൂവറിങ്ങിൽ ഓഫായി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്വിച്ച് അസംബ്ലിയാണ് അതിൻ്റെ പ്രോബ്ലമായിട്ട് വരുന്നത്. ഇത് നന്നാക്കി ഞാൻ മടുത്തു. കണ്ടോ, ഇത് എത്ര തവണ ഇളക്കി അവസാനം ഇവിടെ കംപ്ലീറ്റ് സ്ക്രാച്ച് ആവും. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പം അങ്ങ് ഇഗ്നോർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഒന്നും നോക്കുന്നില്ല, ഇതങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഫ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് ആ പ്രോബ്ലം എനിക്കിപ്പോഴത്തേക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതങ്ങനെ ഒരു പ്രോബ്ലമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ സ്കൂട്ടർ നല്ല രീതിക്ക് തന്നെയാണ് കൊണ്ട് നടക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ വെയിലത്തൊന്നും വെക്കാറില്ല, നല്ല രീതിക്ക് തന്നെയാണ്. ഒരു ബേബിയെ കൊണ്ട് നടക്കും പോലെ തന്നെയാണ് സ്കൂട്ടർ യൂസ് ചെയ്യുന്നത്. പക്ഷേ വെയിലത്ത് പോലും വെക്കാത്തൊരു സ്കൂട്ടറിൽ ഇതാ നരച്ച് തുടങ്ങിയിട്ടുണ്ട്. യമഹ ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ ചിലപ്പം അൺപാർലമെൻ്ററി സംഭവങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞു പോകും. ഞാൻ നല്ല രീതിക്കുള്ള മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെതും മറ്റേ ഫൈബറിലൊക്കെ ഇടുന്ന പോളിഷും കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്ത് മെയിൻ്റെനൻസ് ചെയ്യാറുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇത് നരയ്ക്കുന്നുണ്ട്. ഭയങ്കര ശോകമാണത്. പിന്നെ മെയിൻ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് പണ്ടേ വണ്ടി എടുത്തപ്പോൾ മുതലേ തോന്നിയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഫ്രണ്ട് ബ്രേക്ക് ഫെയ്ഡ് ഇഷ്യൂ. ആ ഫ്രണ്ട് ബ്രേക്ക് നമ്മളിനി എങ്ങനെയൊക്കെ മെയിൻ്റെനൻസ് ചെയ്താലും ഒരു രക്ഷയില്ല. എനിക്ക് തോന്നണത് ഈ ഫ്രണ്ട് ബ്രേക്ക് സെറ്റപ്പ് തന്നെ മൊത്തത്തിൽ മാറ്റി വേറെ ഏതെങ്കിലും ബ്രേക്ക് വെച്ചാലേ ബ്രേക്ക് കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. ബ്രേക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ആ ഫീലുണ്ടല്ലോ, നമുക്കത് മനസ്സിലാവണം. ഈ ലിവർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടല്ലോ, അതില്ല. അത് ഈ സാധനത്തിൽ ഇല്ല. എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ ഇനി ബ്രേക്ക് പാഡ് നല്ലത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഓർഗാനിക്കോ ഏതെങ്കിലും കുറഞ്ഞത് ഏതെങ്കിലും ആയിരിക്കും അവരെ കമ്പനി ഇറക്കുന്നത്. ഞാൻ ഒരു തവണ ഇത് മാറിയായിരുന്നു. പിന്നെ മെയിൻ്റെനൻസ് എല്ലാം പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ബ്ലീഡ് ചെയ്ത് വിട്ട് പുതിയ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ എല്ലാം നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ മെയിൻ്റെനൻസ് എന്ന് പറയുന്ന കാര്യം ഞാൻ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും എനിക്ക് ആ ഒരു ബ്രേക്കിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നില്ല.
പിന്നെ എനിക്കൊരു കാര്യം ചെറുതായിട്ടൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഈ ഒരു സംഗതി ഇതാണ്. ഇതിൽ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്പർ പ്ലേറ്റിന് വേണ്ടിയിട്ട്. ഇത് ഇടയ്ക്കൊന്ന് ബാക്ക് എടുത്തപ്പോഴത്തേക്കും അറിയാതെ ഒന്ന് മതിലിൽ തട്ടിയിട്ട് ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പുതിയത് വാങ്ങിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തു. പുള്ളിക്കാരൻ്റെ ഊപ്പാടും വന്നു. ഇത് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഇവിടെ നീറ്റായിട്ട് പ്ലേസ് ചെയ്ത് ഇതിൻ്റെ ഇവിടെയാണ് ഇതിൻ്റെ യൂണിറ്റിൽ കൊടുത്തിട്ടുള്ളത്. എൻ്റെ അമ്പൂ അയാളെ ഊപ്പാടും വന്നു. ഈ പാനലൊക്കെ ഫുള്ള് വെക്കേണ്ടി വന്നു ഈ ഒരു സാധനം മാറ്റാൻ. പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന രീതിക്ക് എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് മൊത്തത്തിൽ അഴിച്ചെടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇതൊരു കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്തതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതൊരു പാനൽ ഗ്യാപ്പാണ്. ഇത് വണ്ടി വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതും വൈബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇത് ഒരു തവണ ഇളക്കിയിട്ടുള്ളതാണ്. അപ്പുറം സൈഡ് നോക്കുമ്പോഴത്തേക്കും ഇന്നതുവരെ അത് ഇളക്കിയിട്ടില്ല. അവിടെ ഗ്യാപ്പില്ല, കണ്ടോ, അവിടെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര പ്രോബ്ലമാണ് ഈ ഒരു പാനലിൻ്റെ പ്രശ്നം വരുന്നത്. പാനൽ കൂടുന്തോറും ഇങ്ങനെയുള്ള വൈബ്രേഷൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ വണ്ടി എനിക്കിഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം, ഈ വണ്ടി കൊടുക്കാൻ തോന്നാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ലുക്സാണ്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്കൂട്ടർ തന്നെയാണ്, പക്ക ഒരു മോട്ടോ സ്കൂട്ടർ. നിങ്ങളിപ്പോൾ ഈ ഒരു ആംഗിൾ, ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആംഗിൾ തന്നെ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും കാണാനുള്ള ഭംഗി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. 3 years ഓഫ് ഓണർഷിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫേസ് ചെയ്ത എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വണ്ടി എടുക്കാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. പിന്നെ എന്തെങ്കിലും ഈ വണ്ടിയെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അറിയാമെന്നുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞാൻ പറഞ്ഞതുപോലെ കമൻറ്റും ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.